ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും? സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ്. അവാർഡ് വാങ്ങി കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റെലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നും ഇവൻ ഒരു ഇടി പിടി കൊടുക്കാതെ രക്ഷയില്ലാന്ന് തോന്നുമല്ലോ. ഇതൊരു വാർത്തയാവും, ഇതൊരു ഇതാവും, സംഭവമാണ്. ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും? സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ്. എല്ലാ സീനും, അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു 2 മണിക്കൂർ ഫുൾ എൻഗേജിലായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജിലായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട്. സുരാജ് ചേട്ടനാണെങ്കിൽ ശരി, ലിസ്റ്റിനാണ് എല്ലാ ഇന്റർവ്യൂ പറയുന്നത് ഈ സിനിമ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പ് തന്നെ തരാം. നിങ്ങൾ ഇങ്ങനെ ഇത്തരം ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഞാൻ സുരാജ് ചേട്ടനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത്രയും ഉറപ്പ് ഹൈദരലി അങ്ങനെയല്ല. ഇപ്പൊ ഹൈദരലിയുടെ ഇന്റർവ്യൂ, ഹൈദരലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നും ഇവൻ ഒരു ഇടി പിടി കൊടുക്കാതെ രക്ഷയില്ലാന്ന് തോന്നുമല്ലോ. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവന്റ് പിടിച്ചൊരെണ്ണം കൊടുക്കാൻ നമുക്ക് തോന്നും. ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ, ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ. ഞാനും സുരാജ് ഒരേ കാറ്റഗറിയിലാണോ? അങ്ങനെയല്ല, എല്ലാം ആരും പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അതങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഇത് സൈക്കോടെ അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഹൈദരലി ഡാൻസ് കാട്ടി, ഇതെല്ലാം പ്രേക്ഷകർ കാണേണ്ട വന്നില്ലേ? എന്തെല്ലാം പാട്ട് പാടുന്നു, തുള്ളുന്നു, ഇതെല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോ ഉണ്ട്. അതാണ് ഈ വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. വേഷം ഇതിനൊന്നൊരു ഞാൻ ഇതിന്റെ ടൈറ്റിലിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീസന്റ്. ഇപ്പൊ ഗ്രേസ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടില്ലേ, ഇതെന്ത് പറ്റിയെന്നുള്ളതാണ്. എന്തെങ്കിലും ഗ്രേസ് ശരിക്കും ഒന്ന് കോട്ടിടുന്നതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത്. ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ്, പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ്. അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളൂ. ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഈ സാരിക്ക് ഒട്ടും ചേരുന്നില്ലേ കോട്ട്, വേണ്ട 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 എന്ന് പറഞ്ഞു. അപ്പൊ ഗ്രേസ് പറഞ്ഞു, അയ്യോ കോട്ട് വേണ്ട, കോട്ട് ഇവിടുന്ന് പോലത്തെ ഡ്രസ്സല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ദിൽനയും പറഞ്ഞു, അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട. കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നിട്ട് ലിസ്റ്റിഞ്ചി പറയാൻ തുടങ്ങി, ഇത് നോക്കൂ, നമുക്കൊരു 10 മിനിറ്റ് ഒരു പോസാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വാർത്തയാവും, ഇതൊരു ഇതാവും, സംഭവമാണ് കേട്ടോ, ഇതൊന്ന് ഇടണം, അല്ല നോക്കൂ ഇതൊന്ന് ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇടാനായിട്ട് നിർബന്ധിച്ചു. പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കംഫർട്ടബിൾ ആയി. സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത്. അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അയ്യോ മനോരോഗി അല്ലേ, ചികിത്സിക്കാൻ വന്ന് എല്ലാവരും സൈക്യാട്രിസ്റ്റ് ആണ്, എല്ലാവരും എന്താ വൈദ്യന്മാരാണ്. പിന്നെ ആമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങോട്ട്. എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് ആമിർജി തന്നത്. എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്തു നോക്കാം എന്നാണ് ഞാൻ ഇതിന് സമ്മതിപ്പിച്ചത് പോലും. നന്നായിരുന്നു, വെരി നൈസ് എക്സ്പീരിയൻസ്. ഈ ഇഡി കുടുംബം, ഈ കന്നഡയിൽ ഒരു വാർത്തയുണ്ട്, ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇടി കുടുംബം, മുഴുവൻ കുടുംബം. ഷോട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന കാര്യം തലേ ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ചില സമയത്ത് വിയേർഡായിട്ട് തോന്നും. നമ്മൾ മറ്റേ എക്സാം എഴുതുന്ന സമയത്ത് വെച്ചാൽ നീ പഠിച്ചിട്ടുണ്ടായിരുന്നോ, അപ്പം നമ്മൾ പറയില്ല ഞാൻ പഠിച്ചില്ല. അപ്പം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക്. അങ്ങനത്തെ ഒരു ടീമാണിത്. എല്ലാ ദിവസവും ശ്യാമിനെയും എന്നെയും വിളിച്ചിട്ട് നാളെ എന്താ ചെയ്യാൻ പോണേ, നമ്മൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു. രാജേട്ടനല്ലേ വിളിക്കുന്നത്, ആക്ടർ കം പ്രൊഡ്യൂസറും കൂടെയാണ്. നമ്മളെല്ലാം മനസ്സ് തുറന്ന് പറയും. പിറ്റേ ദിവസം വന്ന് നിന്നിട്ട്
നേരെ നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറമാണ് ചെയ്യണം. നമ്മളവിടെ നിന്ന് ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നി പോകുന്ന രീതിയിലൊരു പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ചവെക്കുന്നത്. ഇതിനെ പോസിറ്റീവ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പുള്ളി മാം പറഞ്ഞത് 100% കറക്റ്റാണ്. അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് ബിനു ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കോട്ട് ഇട്ടത് കൊണ്ട് പറയാൻ എന്നോട് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കോട്ടിന് ഓരോന്നിനും 650 വെച്ച് ലിസ്റ്റിൻ ചേട്ടൻ റെന്റ് അടയ്ക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മെല്ലുണ്ട്, ചെറുതായിട്ട് കൈയൊക്കെ ചൊറിഞ്ഞു തുടങ്ങുന്നുണ്ട്. ലിസ്റ്റിൻ ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത്, പുള്ളി റെന്റഡ് അല്ല. ഇടി ഇടി എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ എന്നാണ്. മുഴുവൻ, കംപ്ലീറ്റ്, മുഴുവൻ. അതിന്റെ ഒരു കംപ്ലീറ്റ് ഫിലിമാണ് ഈ ഇടി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കന്നഡയിലെ ഡബിങ് ചെയ്തു എന്ന് വെച്ചോ, അപ്പോ ഇത് എക്സ്ട്രാ ഡീസെന്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും. ഇടി മുഴുവൻ, കംപ്ലീറ്റ് ഫിലിം എന്ന്. ഇല്ല, ഞാൻ ദശമൂലം ദാമു അതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വരുവും അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വരുമൊക്കെ ചെയ്ത് സുരാജ് ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ ക്യാരക്ടർ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ അതിന്റെ ഒരു പാർട്ടാവാനായിട്ട് നോക്കും. കാരണം ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ്. സൂപ്പർ ഹിറ്റ് അമരനാണെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പൊ ഇനി ബർത്ത്ഡേയും കൂടെ വരുന്നതെന്ന് പറഞ്ഞു അന്ന് നമ്മൾ ED റിലീസ് ചെയ്യുന്നു. എന്താണ് എക്സ്പെക്ടേഷൻ? ഒരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും, അതിനേക്കാളും വലിയൊരു ഹിറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ തമാശയാണ്. ഞാൻ അഭിനയിച്ചുകൊണ്ട് സൂപ്പർ ഹിറ്റായ പടമൊന്നുമില്ല. നല്ല സിനിമകളായതുകൊണ്ട് പടങ്ങൾ ഹിറ്റായി അതിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ED ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല സിനിമയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇത് സിനിമ അവസാനിക്കുമ്പോൾ മഞ്ഞക്കാർഡാണോ റെഡ് കാർഡാണോ ഗ്രീൻ കാർഡാണോ എന്നുള്ളത് അവസാന കാർഡിൽ എന്തായാലും ഉണ്ട്, സിനിമയുടെ എൻ കാർഡിൽ. അല്ല, സൈക്കോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് അങ്ങനെ സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ പറ്റുന്നതല്ല. ഓരോരുത്തരും ഫാമിലിയും അങ്ങനെ എല്ലാവരും സുരാജ് ചേട്ടന്റെ ക്യാരക്ടർ ഫ്ലേവറിന് അകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് മോസ്റ്റ്ലി ഒരു റാപ്പ് സോങ്സ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് സോങ്സ് ആണോ ഇനി വരാനുള്ള? എല്ലാം ജോണേഴ്സ് ഉണ്ട്. പ്രൊമോഷണൽ ട്രാക്ക് വാസ് എ മിക്സ്ചർ ഓഫ് വിജയലക്ഷ്മി ചേച്ചി പാടിയതും തിരുമാലിയുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. 2 വോയിസസ് ഭയങ്കര ഇഷ്ടപ്പെട്ട വോയിസസ് ആണ്. അപ്പോൾ അവർ യൂസ് ചെയ്യാൻ പറ്റിയ ആ ട്രാക്കിൽ അതിൻ്റെ ഒരു ഐ വാസ് എക്സൈറ്റഡ് ഫോർ ഇറ്റ്. പിന്നെ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് ആ ഗ്രാഫ് മാറുന്നതനുസരിച്ച് ദ മ്യൂസിക് ഓഫ് ദ ഫിലിം ഇസ് ഓൾസോ ചേഞ്ച്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ജോണർ മാത്രമേ ഇനി അങ്ങോട്ട് പോകുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും ആസ് എ മ്യൂസിക് ഡയറക്ടർ. ബിക്കോസ് ഇപ്പോൾ കുറേ മെലഡീസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പഴയ പാട്ടുകൾ, പഴയ നല്ല നല്ല പാട്ടുകൾ നമുക്കിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ജോണർ മാത്രമായിരിക്കും ഇനി നമ്മുടെ പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് ഡിമാൻഡ് എന്തായാലും ചെയ്ത് ആൻഡ് വി ഫെൽറ്റ് റൈറ്റ് അറ്റ് ദിസ്. ചിലപ്പോൾ ഇത് തന്നെ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ കാണുമ്പോൾ വേറെ രീതിക്ക് ചെയ്യാമെന്ന് തോന്നുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സെൻസിബിലിറ്റി വെച്ചിട്ട് വി തിങ്ക് ദിസ് സൂട്ട്സ് ദ ഫിലിം. എക്സ്ട്രാ ഡീസന്റിൽ സുരാജ് ചേട്ടന് ഒരു അവാർഡ് മേടിച്ചു കൊടുക്കാൻ ഉള്ള പരിപാടിയാണോ? സുരാജേട്ടന് അവാർഡ് വാങ്ങി കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആയിഷയുടെ ഫിലിം ക്രിറ്റിക്സ് അവാർഡായിരുന്നു രണ്ടും, മോണായിക്കും അതുപോലെ തന്നെ ഡെബ്യൂ ഡയറക്ടർക്കും ഉള്ളത്. സുരാജേട്ടൻ ഈ വർഷം ഈ സിനിമ അല്ലാതെ പേഴ്സണലി എനിക്ക് തോന്നുന്നു അതല്ലാതെയും ഗംഭീര പെർഫോമൻസുകൾ നടത്തിയ സിനിമകൾ ഇതിന് മുമ്പുണ്ട്. അതിന്റെ ആ പെർഫോമൻസിനെക്കാളും സുരാജേട്ടൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെക്കാളും ഒക്കെയും അതിനോടൊപ്പമോ അതിന് മുകളിലോ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബിനു. ആ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ശരിയല്ല, കാരണം അവാർഡ് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ സുരാജേട്ടനെ അവഗണിക്കാൻ പറ്റില്ല. ബിനു കൂടി വരുന്നതോട് കൂടിയിട്ട് സുരാജേട്ടന്റെ പരിപാടി ഒന്നുകൂടി ഹൈറാവും എന്നാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.